അല്ല ഇതെന്തൊരു ഏർപ്പാടാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് ഇപ്പോഴും നീ ഇവിടെയും അവൾ അവിടെയാണ് കിടക്കുന്നത്. പോയി അവിടെ മുറി കിടക്കണം. എന്നിട്ട് എന്തിനാ? നിനക്ക് ഒളിഞ്ഞു വെക്കാനല്ലേ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളുടെ സീൻ കാണണ്ട. എന്താടാ തുടങ്ങിയ പിന്നെയും? ഇവനെ നോക്കി, ഇവന്റെ കല്യാണം ശരിക്കുള്ള കല്യാണമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ പെണ്ണിനെ അവിടെ തനിച്ചാക്കിയിട്ട് ഇവൻ ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ? ശരിയാണല്ലോ, നിനക്ക് അവിടെ പോയി സുഖമായിട്ട് കിടന്നൂടാ ഗോപാലകൃഷ്ണ. ഓ, ആ സുഖം ഞാൻ വേണ്ടെന്ന് വെച്ചു. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചു കഴിയുമ്പോ ഞാൻ മാത്രം സൂഹിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നീ എന്തിനാണ് ഒരു ത്യാഗം ചെയ്യണേ? എഴുന്നേൽക്കടാ, എടാ ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ. എഴുന്നേൽക്കടാ. മത്തായി ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. തൽക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട. 1 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. എടാ കാട്ടുപോത്തെ, ഇപ്പൊ പോയി കിടന്നാലേ 1 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുള്ളൂ. അല്ലാണ്ട് നാളെ കാലത്തൊന്നും കുട്ടികളുണ്ടാവില്ല. ബാലകൃഷ്ണ പിടിച്ചേ, പിടിക്ക്. എന്തോ ഞാൻ പോവാ. സാധനം വീണു. ഓക്കെ, ഇവന് ചിലപ്പോ കുടുംബാസൂത്രണത്തിന് ചിലപ്പോ ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടൂട്ടോ. തെമ്മാടത്തിന് കാണിക്കുന്നത് അതിന് വേണം കേട്ടോ. എന്താ ഇത്? മര്യാദയ്ക്ക് കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരണോ ഞാൻ അങ്ങോട്ട് വരണോ? ബാലകൃഷ്ണ, ഇത് നല്ല ഐശ്വര്യമുള്ള കട്ടള. എന്റെ അപ്പാപ്പൻ ഇതുമ്മ കിടന്നിട്ട് 3-ാം ദിവസം തട്ടിക്കും. ഇതെന്താ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്? ഇതെന്താണെന്ന്? കട്ടില് കണ്ടൂടെ? അങ്ങ് മാറി കൂട്ടി. ഇതെന്തിനാ ഇവിടെ കൊണ്ടിടുന്നത്? ഇന്നു മുതൽ ഈ കട്ടിലിന്റെ സ്ഥാനം ഇവിടെയാ. ഇവിടെ ഒരു കട്ടിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? അത് തന്റെ കട്ടില്. ഇതേ കിടക്കേണ്ട ആൾ ഇപ്പൊ വരും. ആര്? നീ ഇതങ്ങോട്ട് വിരിച്ചേ. ചോദിച്ചത് കേട്ടില്ലേ? ആരെവിടെ വന്ന് കിടക്കാൻ പോകുന്നേന്ന്? ചൂടാവല്ലേ സിസ്റ്ററെ, ഞാനല്ല. പോരെ, നിനക്കെന്താ നാണം? ഇന്ന് മുതൽ നിങ്ങൾ 2 അല്ല 1. അയ്യേ, നീ എന്തിനാണ് അവിടെ വട്ടം കറങ്ങി നിൽക്കണേ? നാണമില്ലേ? അടച്ചുകളല്ലേ? ഓ, അടച്ചു കളഞ്ഞു. മത്തായി ചേട്ടാ, പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കല്ലേ? കുറ്റിയൊന്നും ഇട്ടിട്ടില്ലടാ. അയ്യോ, കുറ്റിയിട്ട് കളഞ്ഞു. ഇതാ ചെറിയ കാര്യം മതി. മത്തായി ചേട്ടാ ഉടനെ കുറ്റിയിട്ട് കളയും. മത്തായി ചേട്ടാ, സോറി ഉണ്ട് കേട്ടോ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനല്ലല്ലോ, അവരല്ലേ എന്നെ കൊണ്ടുവന്ന് തള്ളിയത്. ഏതായാലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. അയ്യോ, നാണം നാണം നാണം. പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ആ കുട്ടിക്ക് കൊടുത്തേക്ക്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നാളെ കാലത്ത് കുടിക്കും. മത്തായി, ഓ പിന്നെ അടച്ചു കുറ്റിയിട്ടല്ലോ. ഇത് വലിയ ശല്യമായല്ലോ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന അവന്മാരുടെ വിചാരം. അതിന് വേറെ ആളെ നോക്കണം. മീര പേടിക്കണ്ട, കട്ടില് സൗകര്യമായിട്ട് കിടന്നോളൂ. ഞാനിവിടെ അറ്റത്ത് ഒതുങ്ങി കിടന്നോളാം. പോരെ? വേണ്ട, കട്ടിലിന്റെ സാറ് തന്നെ വിസ്തരിച്ച് കിടന്നോളൂ. ഓക്കെ, മീരയ്ക്ക് മീരയെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പക്ഷെ എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ്. ഇനി മീരയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലും ഞാനത് തടയും. ഗുഡ് നൈറ്റ്.
ബാലകൃഷ്ണൻ എന്താണ് ഒച്ച കേട്ടത്? ഫസ്റ്റ് നൈറ്റ് അല്ലേ, അതിന്റെ ആയിരിക്കും മത്തായി ചേട്ടാ. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാവൂ? ഇത് ഫസ്റ്റ് നൈറ്റ് അല്ല, ലാസ്റ്റ് നൈറ്റ് ആണെന്ന് തോന്നുന്നത്. ഞാനങ്ങനെ ഇവിടെ വന്നു? ആരാ എന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തിയത്? നീയാണോ? മതി, അഭിനയിച്ചതും പച്ചപ്പാവൻ ചമഞ്ഞതൊക്കെ. ചതിയനാണ് നീ, കൊടും ചതിയൻ. മീര, ബഹളം ഉണ്ടാക്കരുത് പ്ലീസ്. അപ്പുറത്ത് അവരൊക്കെ ഉണ്ട്. അവരൊക്കെ കേക്കട്ടെ, സത്യം എന്താണെന്ന് അവരറിയട്ടെ. നിങ്ങൾ ചെയ്ത വൃത്തികേടുകളൊക്കെ ഇവിടെ എല്ലാവരും അറിയട്ടെ. അതിന് ഞാൻ എന്ത് വൃത്തിയേട് ചെയ്തെന്നാ? ഉറക്കത്തിൽ അറിയാവുന്ന കെട്ടിപ്പിടിച്ചോ? അപ്പൊ നീ എന്നെ ഉറക്കത്തിൽ കെട്ടിപ്പിടിച്ചോ? അത് ഞാൻ ക്ഷമിച്ചില്ലേ? അതുപോലെ ഞാനും ഒന്ന് അറിയാണ്ട് ചെയ്തു പോയതാ. അറിയാണ്ടാണല്ലേ? നീ അറിയാണ്ട് ചെയ്തതാണല്ലേ? എന്നെ നീ ശരിക്കും അറിയാണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തായി കാണിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്റെ ശരീരത്തിൽ തൊട്ടു പോരുന്നുണ്ട്, തൊടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. എന്നിട്ടും നീ ഇതല്ലേ, ഈ ചരട് എന്റെ കഴുത്തിൽ കെട്ടിയ അധികാരത്തിലല്ലേ നീ എന്നെ തൊട്ടത്? ആ അധികാരം ഇനിയിപ്പോ തന്നെ അവസാനിപ്പിച്ചേക്കാം. അരുത്, കൈയെടുക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. പൊട്ടിക്കരുത്. കൈയെടുക്കാനാ പറഞ്ഞത്. പൊട്ടിക്കരുതെന്നാ പറഞ്ഞത്. പൊട്ടിക്കും, പൊട്ടിക്കെന്ന് പറഞ്ഞ നീ എന്നെ തല്ലിയല്ലേ? നിന്നെ തല്ലുകയല്ല, കൊന്നു കുഴിച്ചു മുടുക വേണ്ടത്. ഇനി ആ താലിയിൽ എങ്ങനെ തൊട്ടാലുണ്ടല്ലോ, കൊന്നുകളയും നിന്നെ ഞാൻ. വേണ്ട, നീ എന്നെ കൊല്ലണ്ട. ഞാൻ ചാവല്ലേ നിനക്ക് വേണ്ടു? ഞാൻ ചത്തോളാം, ഞാൻ തന്നെ ചത്തോളാം. പോ, എവിടെയെങ്കിലും പോയി ചാവ്. കാണിച്ചു തരാം, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. എന്റെ ശവത്തിന് നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ സമാധാനം പറയിക്കും. നോക്കിക്കോ. അവിടെ കിണറ്റിന് നേരെ പോണ്. അയ്യോ, അവള് ചാടും, അവൾ ഉറപ്പായിട്ട് കിണറ്റി ചാടും. മീരേ, മീരേ, മോളെ ഞാൻ പറയണത് കേക്ക്. ഞാൻ പറയണത് കേൾക്കാൻ മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കട്ടെ. പെണ്ണെ മര്യാദ സമയം കേൾക്കാൻ പറ്റില്ലല്ലേ? അയ്യോ മീരെ, ബാലകൃഷ്ണ പൊക്കടാ. എടാ, എന്ത് പണ്ടാരത്തിനാടാ ഇവിടെ ഇതിനെ കൊണ്ട് കിടത്തിരിക്കുന്നത്? എവിടെങ്കിലും കൊണ്ടുപോയി കളയുണ്ടോ ഇതിന്? കളയേ? എവിടെ കൊണ്ട് കളയാൻ? കളയാൻ അവള് പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയൊന്നും അല്ല, ഇവന്റെ ഭാര്യ. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. എന്റെ നായകൻ തട്ടിയെടുക്കാല്ലേ മത്തായി ചേട്ടാ ഇവന് ഈ അക്രമം മുഴുവൻ ചെയ്തത്? വഴിനെങ്ങാണ്ട് ഒരു ഭ്രാന്തി പെണ്ണിനെയും പിടിച്ചോണ്ട് വന്നിട്ട് എന്റെ അമ്മാവന്റെ മകളാണ്, മുറപ്പെണ്ണാണ്, നിനക്ക് എന്തോ ഒരു അഹങ്കാരം ഉണ്ടായിട്ട് വേണം ആ ഭ്രാന്തി പെണ്ണിന്റെ എഴുതി താലി വരെ കെട്ടില്ലേറാ നീ? എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ അവള് പോവോ? ഒഴിഞ്ഞു പോടാ അവള്. അവൾ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോവില്ല മത്തായി ചേട്ടാ, ഇവനെയും കൊണ്ടേ അവള് പോവും. നീ ഇതൊന്നും കേൾക്കണില്ലേ? കേൾക്കാതിരിക്കാൻ അവന്റെ ചവിട്ടി പഞ്ഞു വെച്ചേക്കും. അവനോടല്ല പറഞ്ഞത്, മാതാവിനോടാ. ഓഹോ, മാതാവിനോടും കർത്താവിനോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. വിധിയാ? എന്ത് വിധി? ഓടോടുന്നു. എടാ ഗോപാലകൃഷ്ണ, നീ പേടിക്കണ്ട, നീ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്. ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നു. ഏറ്റല്ലോ, ഒടുക്ക അവൾ എവിടെങ്കിലും ചാടി ചത്തിട്ട് ശവം കൊണ്ട് പോലീസുകാർ വരുമ്പം അതും കൂടെ അങ്ങ് ഏറ്റോണം. എന്റെ മത്തായി ചേട്ടാ, ഇവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി പോയില്ലേ? ആ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ ഭാര്യയും ഇവൻ അവളുടെ ഭർത്താവുമാ. അവൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവനാ. അത് നേരാണല്ലോ. അപ്പൊ ഇനി എന്താ ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവൻ കെട്ടിയ താലി ഇവൻ തന്നെ പൊട്ടിക്കണം. കണ്ടാ, അതവന് സംഭവമല്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ വിധിയെ അനുഭവിക്കട്ടെ എന്ന്. എടാ, നീ ഇത് പൊട്ടിക്കണ്ട. ഇല്ലെങ്കിൽ ഞാനത് പൊട്ടിച്ച് വലിച്ചെറിയും. പൊട്ടിക്കാന്ന് പറയടാ. എടാ പറയാൻ. എന്ത്? ലൈറ്റ് ചെല്ലടാ, ചെന്ന് പൊട്ടിക്കട താലി.
പൊട്ടിക്കണോ മത്തായി ചേട്ടാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി എന്തോന്ന് ആലോചിക്കാൻ? നീ അങ്ങോട്ട് ചെന്ന് പൊട്ടിക്ക്. ചെല്ല്. ചെല്ലാൻ തിരിഞ്ഞു കളഞ്ഞ് വാ പോവാം. പോയി പൊട്ടിരാ. എന്തായത്? വാ. കല്യാണം കഴിഞ്ഞ് 3 മാസം പോലും തികയുന്നതിന് മുമ്പ് എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. ബാംഗ്ലൂരിൽ ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന 4th അവന്യൂവിൽ എനിക്കൊരു എഴുത്തെഴുതി വെച്ചിട്ട് അവൾ പ്രത്യക്ഷയായി. അവൾ മരിക്കാൻ പോവാണെന്നും അവളുടെ മരണത്തിന് ഉത്തരവാദി അവളുടെ അച്ഛനമ്മയാണെന്ന് വരുന്ന കത്തിൽ. അതുപോലെ തന്നെ ഒരു കത്ത് അവൾ അവളുടെ അച്ഛനമ്മയ്ക്ക് അയച്ചിരുന്നു. അതിൽ അവളെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും കൊന്നിട്ട് അത് ആത്മഹത്യയാക്കാൻ നോക്കുകയാണെന്നുമായിരുന്നു. വികലമായ അവളുടെ മനസ്സിന്റെ പ്രതികാരങ്ങളായിരുന്നു അതെല്ലാം. പക്ഷേ അവളുടെ അച്ഛനമ്മയ്ക്ക് അവളുടെ അസുഖം മനസ്സിലായില്ല. അവളെ കാണാതായപ്പോൾ അവരാ എഴുത്ത് വിശ്വസിച്ചു. അവർ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അവരുടെ മകളെ സ്വത്തിന് വേണ്ടി ഞാൻ കൊന്നു കുഴിച്ചു മൂടിയത്രേ. തെളിവിനായിട്ട് അവളുടെ ആ എഴുത്തും. ഇപ്പൊ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്റെ ഭാര്യയല്ല, എന്റെ ജീവിതം തന്നെയാണ്. ഈ നന്ദിയും കടപ്പാടും എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. നന്ദിയും കടപ്പാടും ഒക്കെ എന്നോടല്ല, ദേ ഈ നിൽക്കുന്ന ഇവരോടാ വേണ്ടത്. എനിക്ക് നിങ്ങളാരെ അത്ര പരിചയമില്ല. പക്ഷേ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുടെ കയ്യിൽ വന്നു ചേർന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ ഭാര്യയെ തിരിച്ചു കിട്ടിയത്. ഒരിക്കലും ഒരിക്കലും ഞാനൊന്നും മറക്കില്ല. ഇന്നും നാളെയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അവളുടെ അച്ഛനും അമ്മയും ഇവളെ തിരിച്ചു കിട്ടി അറിഞ്ഞ നാളെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നേരെ ചെങ്ങന്നൂർക്കായിരിക്കും പോവാ. അവിടെ അവരോടൊപ്പം കുറച്ചു ദിവസം താമസിച്ചിട്ടേ പിന്നെ ബാംഗ്ലൂർക്ക് മടങ്ങും. മഹേന്ദ്ര, എന്താ ഇത്? എത്ര നേരം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. എന്താ പോണ്ടേ? പോയേക്കാം. ഓക്കെ, കാണാം. താങ്ക് യു. ബൈ. ശരി, യാത്ര വന്നിട്ട് വരും. ഡോക്ടർ പറഞ്ഞു നിങ്ങളെയൊക്കെ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന്. ഒന്നും ഓർമ്മയോട് കൂടിയല്ല, ഒക്കെ എന്റെ രോഗത്തിന്റെ ഭാഗമായിട്ട് കണ്ട് പൊറുക്കണം, എല്ലാം മറക്കണം. വരട്ടെ. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണ എന്റെ കഴുത്തി കെട്ടിയ ആ താലി ഞാൻ തിരിച്ചു തരുന്നില്ല. അതെന്റെ കയ്യിലിരിക്കട്ടെ. ഓർമ്മയിലില്ലാത്ത എന്റെ ആ ഭ്രാന്തൻ നാളുകളുടെ ഓർമ്മയ്ക്കായിട്ട്. ഓക്കെ. ആറ്റിറമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ. മോഹമുള്ളു കൊണ്ടു നെഞ്ചിൽ
ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കിവച്ചതാരോ. അമ്മ മനം തേങ്ങും തുടർക്കഥയോ കൺമണിയെ തേടും കടങ്കഥയോ. ഓ എന്തൊരു സ്നേഹം. ഈ സ്നേഹം കണ്ടിട്ടാന്നാ തോന്നണേ ഹിന്ദിക്കാർ ദോസ്തി എന്നുള്ള പടം പിടിച്ചത്. ഹലോ, ഞാൻ മീരയാണ്. ഗോപാലകൃഷ്ണല്ലേ അവിടെ? എനിക്ക് ഗോപാലകൃഷ്ണൻ ഒന്ന് കിട്ടണം. അയ്യോ ഗോപാലകൃഷ്ണ എഴുന്നേറ്റ്. അവൾക്ക് പിന്നെ മൊട്ടളിയെന്ന് തോന്നണേ. അവള് ഫോണിലൂടെ വിളിക്കുന്നു. ആ മീര. ഹലോ ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോകണം. എനിക്ക് ഗോപാലകൃഷ്ണനോട് ജീവിച്ചാ മതി. എനിക്ക് ഇയാളെ വേണ്ട. ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കില്ല. മീരെ, നീ എന്തായി പറയുന്നത്? അയാളുടെ ഭാര്യയാണ് നീ അയാളുടെ കൂടെ ജീവിക്കേണ്ടവളാണ്. ഞാൻ നിന്റെ ആരുമല്ല. ഗോപാലകൃഷ്ണൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇതേ കയ്യിൽ പെട്രോളും തീപ്പെട്ടുമായിട്ട് നിന്നാ ഞാൻ വിളിക്കുന്നത്. ഈ പെട്രോൾ ഞാൻ എന്റെ ശിരസിലൂടെ ഒഴിക്കും. എന്നിട്ട് സ്വയം കത്തിച്ചാമ്പലാവും. മീരെ, അരുത്. അപകടം ഒന്നും കാണിക്കരുത്. ഞാനാ പറയുന്നത്. ഒന്നും പറയണ്ട. ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായിട്ട് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ഞാൻ ചത്തുകളയും. ഹലോ